ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങി പത്തനംതിട്ടയിലെ മുന്നണികൾ LDF-ൽ രാജു എബ്രഹാം, തോമസ് ഐസക് എന്നിവരുടെ പേരുകളാണ് നേതൃത്വത്തിന്റെ സജീവ പരിഗണനയിലുള്ളത്. UDF-ൽ സിറ്റിംഗ് MP ആന്റോ ആന്റണി, അച്ചു ഉമ്മൻ എന്നിവരെയാണ് പരിഗണിക്കുന്നത്. NDA-യിൽ മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരൻ, PC ജോർജ് എന്നിവർക്കാണ് മുൻതൂക്കം. 5 വട്ടം റാന്നി നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചതാണ് രാജു എബ്രഹാമിന്റെ പ്ലസ് പോയിന്റ്. റാന്നി മണ്ഡലത്തിൽ മാത്രമല്ല മറ്റു മണ്ഡലങ്ങളിലും രാജു എബ്രഹാമിന് സ്വാധീനമുണ്ടെന്ന് പാർട്ടി നേതൃത്വം വിലയിരുത്തുന്നു. സാമുദായിക സമവാക്യങ്ങളും രാജു എബ്രഹാമിന് അനുകൂലമെന്നാണ് പാർട്ടി നേതൃത്വം കരുതുന്നത്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റാന്നി മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായി വിജയങ്ങൾ രാജു എബ്രഹാം നേടിയെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിൽ അത് സ്വാധീനിക്കുമോ എന്ന ആശങ്കയും പാർട്ടിയിൽ ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക്കും കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മണ്ഡലത്തിൽ സജീവമാണ്. തിരുവല്ലയിൽ പ്രവാസികൾക്കായി സംഘടിപ്പിച്ച മൈഗ്രേഷൻ കോൺക്ലേവിന്റെ മുഖ്യ സംഘാടകനും തോമസ് ഐസക് ആയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുന്നോടിയായാണ് ഡോക്ടർ തോമസ് ഐസക്കിന്റെ സജീവ സാന്നിധ്യമെന്നും വിലയിരുത്തപ്പെട്ടിരുന്നു. സ്ഥാനാർത്ഥിയെ പാർട്ടി തീരുമാനിക്കുമെന്നും തങ്ങൾ ഇപ്പോഴേ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് സജ്ജമാണെന്നും CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു റിപ്പോർട്ടറിനോട് വ്യക്തമാക്കി. സ്ഥാനാർത്ഥി നിർണയമൊന്നും ആയിട്ടില്ല, ഒന്നും തീരുമാനമൊന്നും എടുത്തിട്ടില്ല. ഒരു പാർട്ടി കമ്മിറ്റികളൊന്നും തന്നെ ഇതുവരെ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. UDF-ൽ സിറ്റിംഗ് MP ആന്റോ ആന്റണിക്കാണ് കൂടുതൽ സാധ്യത. മത്സരിക്കുകയാണെങ്കിൽ ഇത് 4ാം ഊഴമാകും ആന്റോ ആന്റണിയുടേത്. ചരൽക്കുന്നിൽ നടന്ന UDF ശില്പശാലയിലും ആന്റോ ആന്റണിയുടെ പേരാണ് സ്ഥാനാർത്ഥിയായി ഉയർന്നു കേട്ടത്. UDF-ഉം കോൺഗ്രസും ജില്ലയിൽ ഒറ്റക്കെട്ടാണെന്നും വിജയം ഉറപ്പാണെന്നുമായിരുന്നു DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിലിന്റെ പ്രതികരണം. ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ടാണ് അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ പോകുന്നത്. ആന്റോ ആന്റണിയോടൊപ്പം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. 3 വട്ടം സീറ്റ് ലഭിച്ച ആന്റോ ആന്റണിക്ക് പകരം ഒരു പുതുമുഖത്തെ മത്സരിപ്പിക്കണമെന്ന ആവശ്യവും കോൺഗ്രസിൽ ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട്. കോൺഗ്രസിന്റെ താഴെ തട്ടിലുള്ള പ്രവർത്തനം നിർജീവമാണ്. ആ അവസരത്തിൽ ഒരാൾ ഇങ്ങോട്ട് വന്ന് ജയിക്കാം, 3 പ്രാവശ്യം മത്സരിച്ചു, അതുകൊണ്ട് 4ാം പ്രാവശ്യം ജനം വോട്ട് ചെയ്തോളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ഥിതിയല്ല. NDA-യിൽ മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരൻ, PC ജോർജ് എന്നിവരുടെ പേരുകളാണ് നേതൃത്വത്തിന്റെ പരിഗണനയിലുള്ളത്. തെരഞ്ഞെടുപ്പിന് NDA ഒരുങ്ങിക്കഴിഞ്ഞതായി BJP ജില്ലാ പ്രസിഡന്റ് VA സൂരജ് വ്യക്തമാക്കി. ഇതുവരെ നമ്മുടെ NDA സംബന്ധിച്ചുള്ള സ്ഥാനാർത്ഥി നിർണ്ണയം ഒന്നും തന്നെ വന്നിട്ടില്ല. അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നത് മാത്രമേ ഉള്ളൂ. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി മണ്ഡലങ്ങളിൽ PC ജോർജിന് സ്വാധീനമുണ്ടെന്നാണ് NDA നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ വോട്ടുകൾ PC ജോർജ് സ്ഥാനാർത്ഥിയായാൽ നേടാൻ കഴിയുമെന്നും NDA നേതൃത്വം കരുതുന്നു. റിപ്പോർട്ടർ, പത്തനംതിട്ട.